അയാൾ കഥ എഴുതുകയാണ് സിനിമ മോഡൽ ഒരു കസേരകളി നടന്നായിരുന്നു കഴിഞ്ഞ ദിവസം ആരോഗ്യവകുപ്പ് നമ്മൾ ഡയറക്ടർ. കഴിഞ്ഞ ചർച്ച ചെയ്തിരുന്നതുമാണ്. അതെ, ഡോക്ടർ കെ.ജെ. റീനയും ഡോക്ടർ മീനാക്ഷിയും ഡോക്ടർ തമ്മിലുള്ള മീനാക്ഷിയും തമ്മിലുള്ള തർക്കം. അതിൽ ആദ്യ ദിവസങ്ങളിൽ ഡോക്ടർ കെ ജെ റീന ഒരു കാറ്റിനെ സമീപിച്ചൊരു ഒരു സ്റ്റേ ഉത്തരവൊക്കെ മേടിച്ച് അവർ ഒരു ഇത് കൂട്ടിയായിരുന്നു. എന്താ അവരാണ് അപ്പുറത്തെ കസേര അവരും വന്നിരുന്നു. അങ്ങനെ അവർ ആ താൽക്കാലിക വിജയം നേടിയിരുന്നു. അപ്പോൾ നമ്മുടെ ആരോഗ്യമന്ത്രിക്കെതിരെ വലിയ വിമർശനം ഉന്നയിക്കപ്പെട്ടു. അതുപോലെ ഇവർ വലിയ രീതിയിൽ മുന്നോട്ട് പോയി. അവർ പക്ഷേ മീനാക്ഷി എന്ന് പറയുന്ന പുതിയ ആരോഗ്യവകുപ്പ് ഡയറക്ടർ കസേര ഒഴിഞ്ഞു കൊടുത്തില്ല. മാത്രമല്ല കൃത്യമായിട്ട് അവരെല്ലാം നടപടിക്രമങ്ങൾ അവരാരംഭിക്കുകയും ചെയ്തു. ഇവർ അതിന് നേരെ ഓപ്പോസിറ്റ് കസേരയൊക്കെ വന്നിരുന്നു. അവിടെ ഇരുന്നോട്ടെ, ഒരു കുഴപ്പമില്ല. മീനാക്ഷി പറഞ്ഞു, എന്നെ സർക്കാർ ഉത്തരവിൽ നിയമിച്ചതാണ്, ഇവിടെ മറ്റൊരു ഉത്തരവിട്ട് എന്നെ മാറ്റുന്നതല്ല, ഞാൻ പോവില്ല. നിങ്ങൾ കാറ്റിന്റെ ഉത്തരവും കൊണ്ട് നിങ്ങൾ സർക്കാരിനെ ചെന്ന് കാണുക, സർക്കാർ എന്താണോ പറയുന്നത്. പക്ഷെ സർക്കാർ എന്ത് ചെയ്തു എന്ന് എഴുതി കൊടുത്തില്ല. സർക്കാർ നേരെ ഹൈക്കോടതിയിൽ പോയി. ഹൈക്കോടതിയിൽ ചെന്നപ്പോൾ ഹൈക്കോടതി പറഞ്ഞു, ഈ കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലിൻ്റെ ആ ഉത്തരവ് നിലനിൽക്കത്തില്ല, കാരണം അതിന് നടപടിക്രമങ്ങൾ പാലിച്ചിട്ടില്ല. അതുകൊണ്ട് ആ ഉത്തരവ് റദ്ദാക്കി. അതുകൊണ്ട് പതുക്കെ ഈ പുള്ളിക്കാരിയെ എങ്ങോട്ടാണോ വിട്ടിരിക്കുന്നത് അപ്പോൾ ഇതിനകത്ത് ഇത്രയും വിവാദമായ സമയത്താണ് ഇതിനകത്ത് കെ മുരളീധരൻ ഇടപെടുന്നത്, മന്ത്രി, ആരോഗ്യമന്ത്രി. അദ്ദേഹം കഴിഞ്ഞ ദിവസം വളരെ കൃത്യമായ ഒരു കാര്യം നിയമസഭയിൽ പറഞ്ഞു. അദ്ദേഹം പറഞ്ഞു, ഈ സർക്കാർ മാറിയത് അറിയാത്ത ചില അന്തം കമ്മി ഉദ്യോഗസ്ഥന്മാർ അവരെ ഞങ്ങൾ കൈകാര്യം ചെയ്തോളാം എന്ന് തന്നെ പറഞ്ഞു. അപ്പോൾ എന്താണ് ഇതിനകത്ത് യഥാർത്ഥ വസ്തുത എന്ന് ചോദിച്ചാൽ, ഈ കോഴിക്കോട് നിപ്പ സ്ഥിരീകരിച്ചു. ഈ നിപ്പ സ്ഥിരീകരിച്ചു കഴിഞ്ഞിട്ട് ഉച്ചയ്ക്ക് 1:30 ആയപ്പോൾ നിപ്പ സ്ഥിരീകരിച്ചു. വൈകിട്ട് 5:30 ആരോഗ്യമന്ത്രി പത്രസമ്മേളനം നടത്തുമ്പോഴും ഈ ഡയറക്ടർ അദ്ദേഹത്തോട് പറഞ്ഞിട്ടില്ല. ഡയറക്ടർക്ക് വിവരം ലഭിച്ചിട്ടുണ്ട്. ഉച്ചയ്ക്ക് തന്നെ 1:30 ആയപ്പോൾ കിട്ടിയപ്പോൾ ഇവർ കോഴിക്കോട് കളക്ടർക്ക് അറിയിച്ചു, മന്ത്രി അറിയിച്ചു. കോഴിക്കോട് കളക്ടർ ഒരുപക്ഷെ കരുതിക്കാണ് മന്ത്രി അവർ അറിയിച്ചാണോ എന്നായിരിക്കും. അതെ. അപ്പോൾ എന്ത് സംഭവിച്ചു? ആരോഗ്യമന്ത്രി ഇത് അറിഞ്ഞിട്ടില്ല. ആരോഗ്യമന്ത്രി പത്രക്കാരുടെ മുന്നിൽ നിന്ന് വിയർക്കുകയാണ്, മാധ്യമങ്ങളുടെ മുന്നിൽ വിയർക്കുകയാണ്. അപ്പോൾ ആരോഗ്യവകുപ്പിന്റെ പിടിപ്പുകേടായിട്ട് ചൂണ്ടിക്കാണിക്കുമല്ലോ. അപ്പോൾ അങ്ങനെയുള്ള ഒരാളെ ആരോഗ്യവകുപ്പ് ഡയറക്ടർ ആക്കി നിലനിർത്താൻ ഒരു സർക്കാരും തയ്യാറാവില്ല. മാത്രമല്ല അവരുടെ ആ കാലാവധി കഴിഞ്ഞിരുന്നു, ഡെപ്യൂട്ടേഷൻ കാലാവധി കഴിഞ്ഞിരുന്നു. അതിനെ തുടർന്നാണ് അവരെ മാറ്റിയത്. അതിനൊപ്പം തന്നെ അവർക്ക് തത്തുല്യമായ പോസ്റ്റ് കൊടുത്തു. അല്ല, അത് മന്ത്രി പ്രത്യേകം പറഞ്ഞല്ലോ, ഇതൊരിക്കലും ഇവരെ ഡിപ്രൊമോട്ട് ചെയ്തതല്ല, അല്ല, തത്തുല്യമായ പോസ്റ്റ് തന്നെയാണ് കൊടുത്തത്. തത്തുല്യമായ പോസ്റ്റ് കൊടുത്തു. ആ വിവരം ഹൈക്കോടതിയെ അറിയിച്ചു. ഹൈക്കോടതിയെ അറിയിച്ചു കഴിഞ്ഞപ്പോൾ ഹൈക്കോടതി പറഞ്ഞു, ഈ കാറ്റിൻ്റെ ഉത്തരവ് നിലനിൽക്കില്ല. പക്ഷേ കാറ്റിൽ ഇവർ കൊടുത്തിരിക്കുന്ന പരാതിയുമായി ഇവർക്ക് മുന്നോട്ട് പോകാം, കാറ്റിന് അത് പരിഗണിക്കുകയും ചെയ്യാം. പരാതി വേണേൽ ഇവർക്ക് റിഫ്രഷ് ചെയ്ത് കൊടുക്കുക എന്ന് പറഞ്ഞാൽ ഇത് തിരുത്തിയോ അവർക്ക് കൂടുതൽ അഡീഷണൽ കൂട്ടിച്ചേർക്കലുണ്ടോ അങ്ങനെ കൊടുക്കാം. പക്ഷേ നിലവിൽ സർക്കാരിൻ്റെ ഉത്തരവ് നിലനിൽക്കും. ഈ മീനാക്ഷി എന്ന് പറഞ്ഞ ആൾ ഇത് ചെയ്യുകയും ചെയ്യും. അപ്പോൾ അതിനെ തുടർന്നാണ് ഇപ്പോൾ കുറച്ച് പിന്നിലേക്ക് നീങ്ങുമ്പോൾ ഇവർ നടപടിക്രമങ്ങളൊന്നും പാലിക്കാതെയാണ് ഈ ആരോഗ്യവകുപ്പ് ഡയറക്ടർ സ്ഥാനത്ത് വന്നത്. പിണറായി സർക്കാരിൻ്റെ കാലത്ത് അന്തം കമ്മി നിയമനങ്ങൾ നടന്നതിൽ കയറി വന്നയാളാണ്. ഇവർക്ക് ആ സ്ഥാനത്തിരിക്കാൻ യോഗ്യതയില്ല. കാരണം ഇവർ സർക്കാരിൻ്റെ പണം ഉപയോഗിച്ച്, ഇവർ സർവീസിൽ കയറിയതിന് ശേഷം സർവീസിൽ ഇരുന്നു കൊണ്ട് സർക്കാരിൻ്റെ പണം ഉപയോഗിച്ചാണ് ഇവർ പി ജി നേടിയത്. ഇവർ മൈക്രോബയോളജിസ്റ്റാണ്, ഡോക്ടറേറ്റ് എടുത്തിരിക്കുന്നത് മൈക്രോബയോളജി ഡോക്ടറാണ്. ഇവരെ സംബന്ധിച്ചുള്ള ഈ സർക്കാരിൻ്റെ പൈസ ഉപയോഗിച്ചാണ് ഇവർ പഠനം നടത്തിയിരിക്കുന്നതെങ്കിൽ 10 വർഷം സർക്കാരിൽ സ്പെഷ്യൽ സേവനം ചെയ്തേ പറ്റൂ. സർക്കാരിൻ്റെ സേവനം ഉപയോഗിച്ചാണ് അവർ ഈ പഠിത്തത്തിന് പോയത്. അത് മാത്രമല്ല, അങ്ങനെ ചെയ്യണമെങ്കിൽ, അങ്ങനെ ചെയ്യുമ്പോൾ ഇവർ നേരെ ജൂനിയർ തസ്തികയിലേക്കും, ഇവരുടെ സീനിയോറിറ്റി നഷ്ടപ്പെടും. ഇവർ ശരിക്കും സ്റ്റേറ്റ് പബ്ലിക് ഹെൽത്ത് ലാബിൽ ജൂനിയർ അനലിസ്റ്റ് എന്ന പോസ്റ്റിന് മാത്രമാണ് അർഹത. അങ്ങനത്തെ ആളാണ് സംസ്ഥാന ആരോഗ്യ ഡയറക്ടറായിട്ടിരിക്കുന്നത്. അത് അവിടെയാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. നമ്മളിപ്പോൾ പിണറായി വിജയൻ സർക്കാരിനെ കുറ്റപ്പെടുത്തുമ്പോൾ എല്ലാവരും ചോദിക്കുന്ന കാര്യം, നിങ്ങളുടെയൊക്കെ കഞ്ഞികുടി മുട്ടിയില്ലേ, പിണറായി വിജയൻ പോയില്ലേ, അതുകൊണ്ട് നിങ്ങളുടെ കഞ്ഞികുടി മുട്ടി, നിങ്ങൾ പിണറായി വിജയൻ ഇല്ലാതെ എങ്ങനെ ജീവിക്കും? കാരണം ഞങ്ങൾ പിണറായി വിജയൻ ഇല്ലാതെ ജീവിക്കും. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ അദ്ദേഹം ചെയ്തു കൂട്ടിയ ഇതുപോലുള്ള നിരവധി കള്ളത്തരങ്ങളുണ്ട്. ആ കള്ളത്തരങ്ങൾ ഇങ്ങനെ ഓരോന്നോരോന്നായിട്ട് പൊളിഞ്ഞു വരുമ്പോൾ നമുക്ക് പിണറായി വിജയനെ സ്മരിക്കാതിരിക്കാൻ നിർവാഹം. മാത്രമല്ല, ഈ ഡോക്ടർ റീനയുടെ പേരിൽ ഇന്നും ആരോപണങ്ങളുണ്ടല്ലോ. ഒരു ആരോഗ്യ പ്രശ്നമുള്ള ഒരാളെ കളിയാക്കി, ക്യാൻസറുള്ള സഹപ്രവർത്തകർ പോയി വീട്ടിൽ ഇരിക്കാൻ പറഞ്ഞു എന്നൊക്കെ പറയുന്നുണ്ട്. അത് അവര് ഒരു ഭിന്നശേഷിയുള്ള ഒരു ഡോക്ടർ, ഒരു വനിതാ ഡോക്ടർ, ഈ വനിതാ ഡോക്ടർക്കെതിരെ ഇവർ വളരെ മോശമായ രീതിയിൽ പെരുമാറി എന്ന് പറഞ്ഞ് ഒരു പരാതിയുണ്ട്. അതുകൂടാതെയാണ് ഇവർ ക്യാൻസർ രോഗികൾ അങ്ങനെയുള്ളവരെ, പിന്നെ നേരത്തെ ഇവർ കോവിഡ് കാലത്ത് ഫണ്ട് വക മാറ്റി ചെലവഴിച്ചു
എന്നതിൻ്റെ പേരിൽ. അതായത് കോവിഡ് രോഗികൾക്ക് കൊടുത്ത ഫണ്ട് എടുത്ത് ഇവർ ജീവനക്കാർക്ക് ഫുഡ് മേടിച്ചു കൊടുത്തു. അങ്ങനെ ഒരു സംഭവമുണ്ട്. അതുപോലെ തന്നെ ഈ മറ്റ് പല ആരോപണങ്ങൾ ഇവർക്കെതിരെ രംഗത്ത് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയുള്ള ഈ ആളിനെ ഞാൻ ഇതിനകത്ത് വെച്ച് പൊറുപ്പിക്കണോ എന്നുള്ളതാണ് അദ്ദേഹം ചോദിച്ചത്. ആരോഗ്യമന്ത്രി ചോദിച്ചത്. ആരോഗ്യമന്ത്രിയുടെ ചോദ്യവും കറക്റ്റാണ്, പിന്നെ അദ്ദേഹം പറയുന്ന കാര്യങ്ങളും കറക്റ്റാണ്. ഇങ്ങനെയുള്ള ഒരുപാട് പേര് ഓരോ ഡിപ്പാർട്ട്മെൻറ്റുകളുടെയും തലപ്പത്ത് ഉണ്ട് എന്നുള്ളതാണ് ഇതിനകത്ത് ഏറ്റവും പ്രധാനമായിട്ടുള്ള കാരണം. ഇത്രയും നാൾ നിയമവിരുദ്ധമായിട്ട് യാതൊരു നടപടിക്രമങ്ങളും പാലിക്കാതെയാണ് ഇവർ ഇരുന്നിട്ടുള്ളത് എന്നുള്ളതാണ്. കാരണം പബ്ലിക് ഹെൽത്ത് കേഡറിൽ ആണ് ഇവർ ശരിക്കും ജോലി ചെയ്യുന്നത്. എന്ന് പറഞ്ഞാൽ ഇവർ മൈക്രോബയോളജിസ്റ്റാണ്. മൈക്രോബയോളജിസ്റ്റ് എന്ന് പറയുന്നത് സ്റ്റേറ്റ് പബ്ലിക് ഹെൽത്ത് ലബോറട്ടറിയിലാണ് ഇവർ ജോലി ചെയ്യേണ്ടി വരിക. കാരണം ഈ എങ്ങനെ ഇവർ ഇടത് ഭരണകാലത്ത് ഈ പ്രധാനപ്പെട്ട തസ്തികയിലേക്ക് വന്നു എന്നുള്ളതാണ്. ബിരുദാനന്ത ബിരുദം പഠിക്കാൻ പോയത് സർവീസ് കോട്ടയിലാണ്. സർവീസ് കോട്ടയിൽ പോകുന്നവർ ആൾക്കാരുടെ അന്ന് ആ സമയത്ത് ഇവർ പൂർണ്ണമായിട്ടുള്ള ആനുകൂല്യങ്ങൾ കൈപ്പറ്റി. അപ്പോൾ അത് കഴിയുമ്പോൾ ഇങ്ങനെ അത് മുമ്പേ നമ്മൾ പറഞ്ഞു 10 വർഷം ഇവർ ഇതിൽ സ്പെഷ്യൽ സർവീസിൽ ഇരിക്കണം എന്നാണ് അതിൻ്റെ. ഏതിലാണോ ഇവർ പ്രാഗൽഭ്യം നേടാൻ പോയത് ആ സർവീസ് അവർ 10 വർഷം ഇരിക്കണം. അപ്പോൾ അതിനായിട്ട് പോകുന്നതിന് മുമ്പ് സർക്കാരിൽ നിന്ന് പണം വാങ്ങി ഇവർ ഈ സർവീസ് ചട്ടപ്രകാരം പഠിക്കാൻ പോകുന്നതിന് മുമ്പ് ഒരു ബോണ്ട് സർക്കാരിന് കൊടുക്കണം. അതായത് ഞാൻ ഇന്ന പോലെ പോവുകയാണെന്നും പോയിട്ട് ഞാൻ 10 വർഷം സ്പെഷ്യൽ ഇതിൽ സർവീസ് ചെയ്തുകൊള്ളാം എന്നും ഇവർ എഴുതി കൊടുക്കേണ്ടതായിട്ടുണ്ട്. അങ്ങനെ ഒരു സംഭവം ഇവർ എഴുതി കൊടുത്തിട്ടുണ്ട്. പക്ഷേ അത് പാലിക്കപ്പെട്ടില്ല. പാലിക്കേണ്ട ആവശ്യമില്ല, സ്വന്തം പാർട്ടിക്കാർക്ക്. അതെ, സ്വന്തം പാർട്ടിക്കാരുണ്ട്. അതായത് വേറെ കാര്യമുണ്ട്. 3 വർഷത്തെ കോഴ്സാണ് PG കോഴ്സ്. 4 വർഷം കൊണ്ടാണ് പൂർത്തിയാക്കി. അപ്പോൾ ഈ 4 വർഷത്തെ ഇവരുടെ ശമ്പളവും ഇവർ കോഴ്സ് പഠിക്കാൻ പോയതിൻ്റെ പേരിൽ അവർക്ക് കിട്ടി. അവർ പിന്നെ അതിൻ്റെ ഇതിന് പോവുകയും ചെയ്തു. 4 വർഷം എടുത്ത് ഇത് പൂർത്തിയാക്കുകയും ചെയ്തു. എന്നിട്ട് പൂർത്തിയാക്കി കഴിഞ്ഞ് വരുമ്പോൾ ഇവർ സ്പെഷ്യാലിറ്റി കേഡറിലോട്ടാണ് മാറേണ്ടത്. ഇവരതിനകത്ത് മാറിയിട്ടില്ല. ഈ സ്പെഷ്യാലിറ്റി കേഡറിലേക്ക് ഇവർ മാറുന്നില്ല ഈ പോയിട്ട് വരുമ്പോൾ. എന്തിനു പഠിക്കാൻ പോയി എന്നുള്ള ചോദ്യം അവിടെ അവശേഷിക്കുന്നു. അതെ, അത് PG പൂർത്തിയാക്കാൻ പോയി. അപ്പോൾ PG ഉണ്ടെങ്കിലല്ലേ ഈ ഡയറക്ടർ പോസ്റ്റിലേക്കൊക്കെ വരാൻ സാധിക്കുകയുള്ളൂ. അതിനുശേഷം അവിടോട്ട് മാറിയാൽ ഇവർ തീർത്തും ജൂനിയറായിട്ട് പോകും. അതിന് ഇവരുടെ പാർട്ടിയിലുള്ള സ്വാധീനം ഉപയോഗിച്ച് അഡ്മിനിസ്ട്രേറ്റീവ് കേഡറിൽ കടിച്ചു തൂങ്ങിക്കിടന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ ആരോപണം, ഏറ്റവും വലിയ പരാതി. ഈ പരാതി സംബന്ധിച്ച് സർക്കാരിന് വ്യക്തമായ തെളിവുകൾ കിട്ടിയിട്ടുണ്ട്. ഇവർക്കെതിരെ അന്വേഷണം വരാനുള്ള സാധ്യതയുണ്ട്. ഇവർക്കെതിരെ നടപടി ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അല്ല, അത് സ്വാഭാവികം. ഈ സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം കെ മുരളീധരൻ ആദ്യമേ തികഞ്ഞ ആത്മവിശ്വാസം പ്രകടിപ്പിച്ചതിൻ്റെ പിന്നിലുള്ള കാര്യം ഇപ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്നത്. ഈ KTയുടെ വിധി ഇവർക്ക് അനുകൂലമായി വന്നപ്പോഴും അദ്ദേഹം വളരെ ബോൾഡായി തന്നെ നിൽക്കുകയായിരുന്നു. അപ്പോൾ കൃത്യമായി ഇവർക്ക് എന്താണ് ഇവരുടെ ഒരു ബാക്ക് ഹിസ്റ്ററി എന്നുള്ള കാര്യം മന്ത്രിസഭയ്ക്ക് ധാരണ ഉണ്ടായിരുന്നു. അവർക്ക് അതിനെക്കുറിച്ച് അറിവ് ലഭിച്ചിരുന്നു നമുക്ക് മനസ്സിലാക്കണം. അല്ലെ, സർവീസ് കോട്ടായി പഠിക്കാൻ പോയവർ 2017 വന്നൊരു ഉത്തരവ് പ്രകാരം സർവീസ് കോട്ടായിൽ പഠിക്കാൻ പോയവർ ഉടൻ തന്നെ സ്പെഷ്യാലിറ്റി കേഡറിലേക്ക് മാറണമെന്ന് സർക്കാരിന്റെ കർശന ഉത്തരവുണ്ട്. അത് ഇവർക്ക് ബാധകമല്ലെന്ന് മാത്രമല്ല, ഇവർ ഈ സ്ഥാനത്ത് ഇരുന്നുകൊണ്ട് ഇങ്ങനെ പോയവർക്ക് ഇവർ മെമ്മോ കൊടുത്തു. അവിടെയാണ് ഏറ്റവും രസം. ഈ സർവീസ് കോട്ടായിൽ പഠിക്കാൻ പോയവർക്ക് പിന്നെ സർവീസ് കോട്ടായി പഠിക്കാൻ പോയവർ എത്രയും പെട്ടെന്ന് സ്പെഷ്യാലിറ്റി കേഡറിലേക്ക് മാറേണ്ടതാണെന്ന് ഇതിനാൽ അറിയിക്കുന്നു എന്ന് ഇതുപോലെ പോയ മറ്റേ ഞാൻ പോവില്ല. ഇതാണ് ഇവിടെ നടന്നുകൊണ്ടിരുന്നത്. ഈ പിണറായി വിജയന്റെ ഭരണകാലത്ത് നടന്നുകൊണ്ടിരുന്ന കാര്യമാണ്. 2018 അഡ്മിനിസ്ട്രേറ്റീവ് കേഡറിൽ നിയമനം നേടി ആരോഗ്യവകുപ്പ് ഡയറക്ടറായി. ഈ ആരോഗ്യവകുപ്പ് ഡയറക്ടർ എന്ന് പറഞ്ഞാൽ എനിക്കൊന്ന് 3 വർഷമേ കാലാവധിയുള്ളൂ എന്നാണ് ഇതിന് തോന്നുന്നത്. എല്ലാ ഇപ്പം നമുക്കറിയാം, ഓരോ ഡിപ്പാർട്ട്മെന്റിലും നിയമനങ്ങൾ 3 വർഷം കൂടുമ്പോൾ പുതുക്കുമല്ലോ. അപ്പോൾ അത് എന്ന് പറഞ്ഞതുപോലെ അപ്പം ഇപ്പം ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ, തൃശ്ശൂർ ജില്ലാ മെഡിക്കൽ ഓഫീസർ ആയിരുന്ന കാലത്താണ് ഇവർ ഈ കോവിഡ് ചെലവഴിച്ചിരുന്ന വക മാറ്റി ചെലവഴിച്ചത്. അതുപോലെ മറ്റൊന്നുകൂടി വരുന്നുണ്ട്. വക മാറ്റി ചെലവഴിച്ച ഈ തുക ഡോക്ടർ റീനയിൽ നിന്ന് ഈടാക്കണമെന്ന ശുപാർശ ഉണ്ടായിരുന്നു. അതും പൂഴ്ത്തി വെച്ചിരിക്കുകയായിരുന്നു. ഇപ്പോൾ എന്ത് സംഭവിച്ചു? ഈ ആരോഗ്യവകുപ്പിനോട് കയറി കളിക്കാൻ പോയി മൊത്തം അന്വേഷിക്കാൻ പോവുകയാണ്. മുഴുവൻ കാര്യങ്ങളും ഇവർക്കെതിരെ ഉയർന്ന ആരോപണങ്ങൾ, പരാതികൾ, പൈസ തിരിച്ചടക്കേണ്ടത് എല്ലാം ചെയ്യേണ്ടി മൊത്തം അന്വേഷിക്കാൻ പോകണം. പക്ഷേ ഇത് പിണറായി വിജയന്റെ കാലത്തെ പോലെ പ്രതികാര നടപടിയല്ല. ഇത് കൃത്യമായ കാര്യങ്ങളാണ്. ഇത് ഇവർക്കെതിരെ നേരത്തെ തന്നെ അവരുടെ ഭരണകാലത്ത് തന്നെ ചൂണ്ടിക്കാണിക്കപ്പെട്ട കാര്യങ്ങളാണ്, പൂഴ്ത്തി വെച്ചിരുന്നതാണ്. അതിപ്പോൾ ഈ സർക്കാർ എടുത്ത് വീണ്ടും നിയമങ്ങൾ എല്ലാവർക്കും വേണ്ടി പ്രയോഗിക്കാനുള്ളത് തന്നെയാണ്. അതല്ലാതെ സെലക്റ്റീവ് നടപടി എന്നുള്ള പരിപാടി പിണറായി സർക്കാരിൻ്റെ കാലത്ത് മാത്രം നടന്നിട്ടുള്ളതാണ്. ഏതായാലും ഇനി അതുകൊണ്ട് നടക്കില്ല എന്ന് കെ മുരളീധരൻ
അദ്ദേഹം വളരെ വ്യക്തമായി തന്നെ കാര്യം സർക്കാരിൻ്റെ നിലപാട് വ്യക്തമായി കഴിഞ്ഞിട്ടുണ്ട്. അല്ല, ഇവർ വേറെ ഒരു പണി കാണിച്ചു. പാലക്കാട് കോളറ ബാധ സ്ഥിരീകരിച്ചില്ല, എന്നിട്ട് അവിടുത്തെ DMOയെ കൊണ്ട് തെറ്റായ പരിശോധനാ ഫലം തയ്യാറാക്കി ആരോഗ്യ വകുപ്പിലേക്ക് അയച്ചു. എന്നിട്ട് ഇത് മാധ്യമങ്ങളോട് അങ്ങനെ ഒരു സംഭവം ഇല്ലെന്ന് പറയാൻ നിർദ്ദേശിക്കുകയും ചെയ്തു. അപ്പോൾ വകുപ്പിനെ തന്നെ പ്രതിക്കൂട്ടിലാക്കുന്ന നടപടിക്രമങ്ങളാണ് ഇവർ കാണിച്ചിട്ടുള്ളത്. എന്തായാലും അന്തം കമ്മികളുടെ ലാളനമേറ്റ് വളർന്ന ഒരാൾ, ഈ ആളൊക്കെ ഇരുന്നിട്ടാണ് ഇപ്പോൾ ഒന്ന് ആലോചിച്ചത്. കാറ്റിൽ എന്തുകൊണ്ടാണ് തോറ്റതെന്നറിയാം? കാറ്റിൽ വക്കീലില്ല. കാറ്റിൽ സർക്കാരിന് വക്കീലില്ല. കാറ്റിൽ പിന്നെ അവര് വക്കീലിനെ വെച്ച് കയറി, ഇവർക്ക് വക്കീലില്ല. അപ്പൊ സ്വാഭാവികമായിട്ടും അവിടെ പറയുന്നത് അതാണ് സംഭവിച്ചത്. എന്താണെങ്കിലും ഇത് ഈ 10 വർഷത്തിന് ശേഷം ഈ ഭരണം മാറുമ്പോൾ ഉള്ള ഒരു ബാലാരിഷ്ടതയുണ്ട്. ആ ഒരു ബാലാരിഷ്ടത കൂടെ മാറിക്കഴിഞ്ഞാൽ ഈ ഭരണം ഗംഭീരമായിട്ട് തന്നെ മുന്നോട്ട് പോകും. ഈ റീനയെ പോലുള്ള ആൾക്കാർ എല്ലാ വകുപ്പുകളിലും ഉണ്ട്. ഇത്തരം വകുപ്പുകൾ ഇപ്പം VD സതീശന്റെ ഒരു നിലപാട് കണ്ടില്ലേ? അദ്ദേഹം നല്ല ആൾക്കാരുണ്ടെങ്കിൽ അവരെ എല്ലാം പുള്ളി ഇതിൽ നിയമിക്കും. ഇപ്പം തന്നെ നമുക്കറിയാം, ഈ തവളപത്രം തയ്യാറാക്കാൻ പുള്ളി രണ്ടുപേരെ CDSലെ ബുദ്ധികളാണെന്ന്, ഇടതുപക്ഷ ബുദ്ധിജീവികളാണ് ഇത് തയ്യാറാക്കി കൊടുത്തത് എന്നുള്ളതാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിലായിട്ട് പുറത്തു വരുന്നൊരു വിവരം അല്ലേ? അതെ. അപ്പോൾ എന്താണെങ്കിലും ശരി, ഡോക്ടർ റീനയെ പോലുള്ള ആൾക്കാർ എല്ലാ വകുപ്പിലും ഉണ്ട്. ഇതിനെല്ലാം കണ്ടുപിടിച്ച് അപ്പം തന്നെ ഡിപ്പാർട്ട്മെന്റ് മാറ്റുക, ഇല്ലേ ഭരണം ഒരിക്കലും സുഗമമായിട്ട് മുന്നോട്ട് പോവില്ല.